നമ്മുടെ NDTയിലെ സെക്കൻഡ് ടെസ്റ്റിംഗ് മെത്തേഡാണ് LPT അല്ലെങ്കിൽ ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിംഗ് വളരെ കോമൺ ആയിട്ട് മെക്കാനിക്കൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ്. അത് യൂസ് ചെയ്യാനുള്ള ഈസിനെസ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഉപയോഗത്തിൻ്റെ ഒരു കാരണമാണ്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കും. എന്നിരുന്നാലും സർഫസുകളിൽ ഒരു നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാനിരിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ സർഫസിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ എന്നുള്ളത് ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. 1 ഒരു ക്ലീനർ, 2 ഒരു പെനിട്രൻ്റ്, 3 ഒരു ഡെവലപ്പർ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു വർക്ക് ചെയ്യേണ്ട ടെസ്റ്റ് ചെയ്യേണ്ട സ്പെസിമെനെ എടുത്ത് ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലീനർ യൂസ് ചെയ്യുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ സർഫസിലേക്ക് നമ്മുടെ പെനിട്രൻ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെനിട്രൻ്റ് അപ്ലൈ ചെയ്യാൻ പല രീതികളുണ്ട്. നമ്മൾ ക്യാൻസിൽ നമുക്ക് പെനിട്രൻ്റ് കിട്ടും. സ്പ്രേ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല പെയിൻറ്റിങ് ബ്രഷ് പോലുള്ള ബ്രഷുകൾ ഉപയോഗിച്ചൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഏത് രീതിയാണ് നമ്മുടെ വർക്കിന് സ്യൂട്ട് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് പെനിട്രൻ്റ് അപ്ലൈ ചെയ്യും. പെനിട്രൻ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തിനെ നമ്മൾ ഡ്വെൽ ടൈം എന്ന് പറയുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് തൊട്ട് എത്രയാണോ നമ്മുടെ വർക്കിൻ്റെ സൈസ്, ലെന്ത് ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ ആ ഒരു ഡ്വെൽ ടൈം തീരുമാനിക്കുന്നത്. എന്നിരുന്നാലും ഒരു 60 മിനിറ്റിലൊന്നും കൂടുതൽ എത്ര വലിയ വർക്ക്സ് ആയാലും പോകാറില്ല. അപ്പോൾ നമ്മൾ ഡ്വെൽ ടൈം കഴിഞ്ഞു. നമ്മളതിന് ശേഷം വീണ്ടും ഈ പെനിട്രൻറ്റിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന ആ ഒരു പെനിട്രൻറ്റിനെ റിമൂവ് ചെയ്യുന്നു. പെനിട്രൻറ്റിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ 3ാമത്തെ എക്യുപ്മെൻ്റായ ഡെവലപ്പർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെവലപ്പറിൻ്റെ ഒരു ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഡെവലപ്പറിൻ്റെ ഒരു എബിലിറ്റിയെ നമ്മൾ ക്യാപ്പിലാരിറ്റി എന്ന് പറയും. ആ ഡെവലപ്പർ അപ്പോൾ അവിടെ ചെയ്യുന്നത് നമ്മൾ സർഫസിൽ അപ്ലൈ ചെയ്തിരുന്ന പെനിട്രൻറ്റ് എവിടെയെങ്കിലും ഒരു ക്രാക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും സർഫസിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ആ ഒരു ക്രാക്കിനുള്ളിലേക്ക് ഫ്ലോ ചെയ്ത് ഒഴുകി ഇറങ്ങി അവിടെ ട്രാപ്പായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും പെനിട്രൻ്റ് സർഫസിലുള്ള പെനിട്രൻ്റ് മാത്രമേ റിമൂവ് ആയിട്ട് പോകത്തുള്ളൂ. ആ ട്രാപ്പായിട്ടിരിക്കുന്ന എവിടെയാണോ ഒരു ക്രാക്കിനുള്ളിൽ ട്രാപ്പായിട്ടിരിക്കുന്നത് ആ പെനിട്രൻ്റ് അവിടെ തന്നെ നിലനിൽക്കും. അപ്പോൾ നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡെവലപ്പർ ആ ട്രാപ്പിനുള്ളിൽ നിന്ന് ഈ പെനിട്രൻറ്റിനെ വലിച്ച് സർഫസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണോ ക്രാക്ക് ഉള്ളത് ആ ഒരു 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് സിമ്പിളായിട്ട് ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പോർട്ടബിളായിട്ടുള്ളൊരു വർക്കിംഗ് മെത്തേഡാണ്. എവിടെയാണോ നമ്മുടെ വർക്ക് നടക്കുന്നത് ഓൺ സൈറ്റിൽ തന്നെ നമുക്ക് പോയി ചെയ്യാവുന്ന ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ്. എക്കണോമിക്കലാണ്. വലിയൊരു സ്കിൽഡ് അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ ആവശ്യം നമ്മുടെ ഈ ഒരു ടെസ്റ്റിൽ വരുന്നില്ല എന്നൊക്കെയുള്ള അഡ്വാൻറ്റേജസ് ആണ്. എന്നിരുന്നാലും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ സബ് സർഫസിൽ അല്ലെങ്കിൽ ഇന്നർ സർഫസിലുള്ള ഡിഫക്റ്റുകളോ ക്രാക്കുകളോ ഒന്നും കണ്ടെത്താൻ സാധിക്കത്തില്ല നമ്മുടെ ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് കൊണ്ട്. സർഫസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, പ്രോബ്ലം ഉണ്ട്, സർഫസിൽ ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ആ സർഫസിലുള്ള ഡിഫക്റ്റും അവിടെ നിന്ന് അകത്തേക്കുള്ള പ്രശ്നങ്ങളും കണ്ടെത്താനായിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് സാധിക്കത്തുള്ളൂ.